എൻ്റെ പേര് ജയദേവൻ. വയസ്സ് 65 കഴിഞ്ഞു. എൻ്റെ അനുഭവസ്ഥൻ ഒരുപാട് അനുഭവങ്ങളെ ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഇതിനെ യൂട്യൂബിലിരുന്ന് ഓരോരുത്തരും പറയുന്നത് ഒത്തിരി കേട്ടതുകൊണ്ട് മാത്രം മറുപടി പറയുക. ഭജനയ്ക്ക് അവരൊരു പാട്ട് പാടി, ഒരു ക്രിസ്ത്യൻ പാട്ട് പാടിയതുകൊണ്ടല്ല ടീച്ചർ അങ്ങനെ പറഞ്ഞത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ രാജ്യത്തിൻ്റെ സർവനാശം ആഗ്രഹിക്കുന്ന ഒരു വിവാഹം നമ്മുടെ കേരളത്തിനകത്തുണ്ട്. അതാരാണെന്ന് വെച്ചാൽ ബന്ധക്കോസുകാരാണ്. നിങ്ങളിതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, യൂട്യൂബിലിരുന്ന് അതിൽ വാർത്താ ചാനലിരുന്ന് ഒക്കെ ഓരോരുത്തരും പല രീതിയിൽ ടീച്ചറെ ആക്രമിക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് നിങ്ങളെയൊക്കെ വെറും പുച്ഛമായിട്ടാണ് തോന്നുന്നത്. കാരണം നിങ്ങൾ പലരും പറയുന്നുണ്ട് ബ്ലഡ് കൊടുക്കുന്നുണ്ട്, ഒരു സമുദ്രമല്ലേ, ഒരു നദിയേ ഉള്ളൂ, ഒരു സൂര്യനേ ഉള്ളെന്നുള്ള വ്യാഖ്യാനം, പിന്നെ ബ്ലഡിന് വല്ല വ്യത്യാസമുണ്ടോ, ഇതൊക്കെ പറയാൻ ഇതിനുള്ള കാരണങ്ങളൊന്നും തന്നെ ഇല്ല. ശ്രദ്ധിച്ചോളണം. പ്രസവിച്ച് വളർത്തിയ അമ്മ കഴിഞ്ഞാൽ, ഹൈന്ദവന്റെ സംസ്കാരം അനുസരിച്ച് പെറ്റമ്മ കഴിഞ്ഞാൽ പോറ്റമ്മ ഭൂമാദേവിയാണ്. ഈ ഭൂമിയാണ് സകല ജീവജാലങ്ങളെ തീറ്റിപ്പോറ്റുന്ന. നമ്മൾ ഇടുന്ന ചുന്തൂരം മുതൽ കഴിക്കുന്ന ഭക്ഷണം ഉൾപ്പെടെ സർവ്വതും നമുക്ക് ഈ ഭൂമിയാണ് തരുന്നത്. നമ്മളായിട്ടൊന്നും തന്നെ നിർമ്മിതമില്ല. നമുക്ക് ഭൂമി നിർമ്മിച്ചു തരുന്നു, നമ്മൾ നിർമ്മിക്കുന്നു, ഭൂമി തരുന്നു. അപ്പോൾ നോക്കിയാൽ പെറ്റമ്മ കഴിഞ്ഞാൽ പോറ്റമ്മയായ ഭൂമാദേവിയിലെ ഒരു മണ്ണിനെങ്കിലും വെച്ച് പൂജിച്ചുകൂടാത്തതിൻ്റെ കാര്യം എന്താണ്? ഇവിടെ പെന്തക്കോസ്തിനെ കുറിച്ച് പറയണമെങ്കിൽ ആദ്യം എങ്ങനെ നോക്കിയാൽ, നിങ്ങളെല്ലാവരും അത്ര ആത്മാർത്ഥമുള്ള മതസൗഹാർദ്ദത്തിനെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആദ്യം ഈ പെന്തക്കോസ്തിനെ കമ്പിട്ട് പിടിച്ച് ജയിലിലാക്കേണ്ടി വരും. നിങ്ങൾ എവിടെയെങ്കിലും പ്രസംഗം കേട്ടോട് നിപ്പുണ്ടോ ആരെങ്കിലും? അവർ നമ്മുടെ വിഗ്രഹ ആരാധനയെക്കുറിച്ചൊക്കെ എന്ത് മോശമായ രീതിയിലെന്നറിയോ, ഇന്നേ വരെ ഇന്നും ഇവിടെ കുറ്റിച്ചിരുന്ന ഭാഗത്ത് ഞാൻ തന്നെ ഡാം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയേണ്ടി ഒരു ഗതികേട് വന്നിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഇവിടുത്തെ പുണ്യപുരുഷന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു ഹിന്ദുവിനും ചോര തിളക്കില്ല. നിങ്ങൾ പറയാം അത് ഞങ്ങൾക്ക് ഭീകര ഹിന്ദു വിശ്വാസമാണ്. അല്ല, ഞങ്ങൾ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. എൻ്റെ ഒരു അമ്മയേ ഉള്ളൂ, എനിക്ക് ഒരു അച്ഛനേ ഉള്ളൂ എന്നുള്ളൊരു വിശ്വാസം പൂർണ്ണ. എനിക്ക് എൻ്റെ അച്ഛനെ വിശ്വാസമുണ്ട്, എൻ്റെ അമ്മയെ വിശ്വാസമുണ്ടാണ്. നമുക്ക് ബാക്കി ആ വിശ്വാസക്കുറവുണ്ടെങ്കിൽ എല്ലാം നമ്മൾ മറ്റുള്ള എല്ലാം നമുക്ക് ഉൾപ്പെടേണ്ടി വരും. അതൊക്കെ ഞാൻ അതിന് അങ്ങോട്ട് കടക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 3 ദിവസത്തെ സുവിശേഷ മഹായോഗത്തിന് അവർ ആദ്യത്തെ ദിവസം ഹൈന്ദവനെ പറഞ്ഞു. ഒരൊറ്റ ഹൈന്ദവനെ ചോര തിളച്ചില്ല. കാരണം എന്താ? ഇവിടുത്തെ ഹൈന്ദവനെ ചോര തിളക്കില്ല. കാരണം ഇവിടെ കേരളത്തിൽ 100 പേരുണ്ടെങ്കിൽ 3 രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണ്. അവർക്ക് വോട്ടാണ് നോട്ടം. കുത്തക വോട്ട് ബാങ്കായി മാറ്റണം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഒരു മതം ആരെ വേണമെങ്കിലും ഇവിടെ ഈ കോട്ടൂർ എന്ന് പറഞ്ഞ ഭാഗത്ത് ഒരു സെറ്റിൽമെന്റ് കാണിക്കാറെ കമ്പിട്ട് മതപരിവർത്തനം ചെയ്തെടുത്തു ബന്ദിക്കോസ്. ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനും പറഞ്ഞില്ല. ഇവിടെ ഈ ബിദ്ര ഭാഗത്ത്, അതായത് നെടുമങ്ങാട് താലൂക്കില് ബിദ്രയില് ആനപ്പാറയില് ഒരു സെറ്റിൽമെന്റിലുള്ള 36 വീടിന് കാണിക്കാരൻ ബന്ദിക്കോസാറ് മാറ്റിയെടുത്തു. ഒരു ഹൈന്ദവന് ചോര തിളയ്ക്കുന്നില്ല, ഒരു രാഷ്ട്രീയക്കാരൻ ചോര തിളയ്ക്കുന്നില്ല. പക്ഷെ ഒരു ക്ഷേത്രത്തിന് ഉള്ളില് ഒരു ഭക്തിഗാന ക്രിസ്ത്യൻ പാട്ട് പാടിക്കൂടാ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ടീച്ചർ ആക്രമിക്കുന്നുണ്ട്. ഈ പറയുന്ന എല്ലാം ജന്തുവാ, ഹിന്ദു അല്ല. ഹിന്ദു എന്ന് പറയുമ്പോൾ വർഗീയവാദിയാണ്. ഞങ്ങൾ വർഗീയവാദിയിൽപ്പെട്ടവരാണ്. കാരണം എന്താണ്? ഞങ്ങൾക്ക് ഒരു സംസ്കാരമേ ഉള്ളൂ. എല്ലാവരും ഉൾക്കൊള്ളാനുള്ള ഒരു മതമില്ല. ഞങ്ങൾക്ക് സംസ്കാരമാണ്. നമുക്ക് 33 കോടി ദേവന്മാരെ വെച്ച് പൂജിക്കുന്നിടത്ത് നമുക്കുള്ള ഒരു ക്രിസ്തുവിനെയും ഒന്നും നമ്മുടെ ഒരു ഹൈന്ദവനും ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ ഒന്നും അല്ല. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറഞ്ഞിട്ടുമല്ല. 100 വർഷം പോലും ആയിട്ടില്ല രാഷ്ട്രീയം ഉണ്ടായിട്ട്. അത് ആരിലും ശാശ്വതവുമല്ല, ആരിലും നിലനിൽക്കുകയില്ല. ഇവിടെ ഭരിക്കുന്നവരെല്ലാം ഇവിടെയെല്ലാം ഭരിച്ചവരാണ്. ഇപ്പം എല്ലാം തീർന്നില്ലേ? കേരളം മാത്രം ഒതുങ്ങിക്കൂടിയില്ലേ? അപ്പം മനസ്സിലാക്കേണ്ടത്, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഉള്ള കാലം ആർക്കും ഭരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം തിരിഞ്ഞ് ചിന്തിക്കണം. ഭൂമി ഉണ്ടായിട്ട് കോടിക്കണക്കിന് വർഷമായി. അന്നും ഇന്നും നമുക്ക് അറിവായ കാലം മുതൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ നവോത്ഥാന നായകനായിട്ട് ആദ്യം ഇറങ്ങിയത് വരെ ശങ്കരാചാര്യരാണ്. ജാതിക്കൊക്കെ എടുത്ത് കളഞ്ഞിട്ട് മനുഷ്യന് ഒന്നായി ജീവിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വന്ന് ശങ്കരാചാര്യർ വന്നു, രണ്ടാമത് സ്വാമി വിവേകാനന്ദൻ വന്നു, മൂന്നാമത് ശ്രീനാരായണ ഗുരുദേവൻ വന്നു, ചട്ടമ്പിസ്വാമികൾ വന്നു. ഇനി എന്ത് പറയാൻ? അവസാനത്തെ ഘട്ടത്തിൽ ഇപ്പോഴത്തെ റോഡിൽ ജനാധിപത്യ കാലഘട്ടത്തിൽ NSSനെ നന്നാക്കാനുള്ള നാരായണ പണിക്കർ വിചാരിച്ചിട്ട് ഒരു നടന്നിട്ടില്ല. പിന്നെ സുകുമാരൻ നായർ വിചാരിച്ചാൽ ഒട്ടും നടക്കില്ല. അയാൾ ആ രീതി വേറെയാണ്. അയാൾക്ക് ഒരു രാഷ്ട്രീയ സ്വാധീനം വേറെ ഉള്ളതുകൊണ്ട് ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. വെള്ളാപ്പള്ളി പറഞ്ഞ SNDP അംഗീകരിക്കില്ല. ഓരോരുത്തർക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനമുള്ളതുകൊണ്ട്. തിരിച്ച് ഒരു ക്രിസ്ത്യാനിയുടെ അടുത്തോ ഒരു മുസ്ലിമാൻ്റെ അടുത്തോ അവരാ മതം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം പോവില്ല. അവർക്ക് ഉറപ്പായ ഒരു വിശ്വാസമുണ്ട്. അവരെ സംഘടനാ ശക്തി അത്ര നല്ല പവറുള്ളതാണ്. പക്ഷെ തിരിഞ്ഞ് ചിന്തിക്കണം, ക്രിസ്ത്യാനിയും മുസൽമാനോ ഇവിടുത്തെ ആരും അല്ല കുഴപ്പക്കാർ. ഈ രാജ്യത്തിന് ഏറ്റവും സർവനാശം ആഗ്രഹിക്കുന്ന ഒരു ബന്ധക്കോസാറാണ്. ആത്മാർത്ഥ ആരംഭിച്ച് എൻ്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞെങ്കിൽ, ക്രിസ്തുദേവൻ ജനിച്ചപ്പോൾ പോലും ഈ വസ്ത്രങ്ങളൊന്നുമില്ല. ഹിന്ദുവിനെ പറ്റിക്കാൻ വേണ്ടി പൊട്ടും തൊടുവില്ല, ആഭരണവും തൊടുവില്ല, അതായത് പൂവും വെക്കില്ല എന്നൊരു വ്യവസ്ഥ വെച്ചുകൊണ്ട് കാണിക്കുന്ന ആഡംബരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ബെഡ്സ് കാറിലൊക്കെ ഇറങ്ങണം. ഇതെന്താ കാരണം? കേരളത്തിനകത്ത് 367 കോടി രൂപയാണ് സുവിശേഷ മഹായോഗത്തിന് കേരളത്തിന് മാത്രം എത്തുന്ന പണം. ഈ പണം കൊണ്ടുപോയിട്ടാണ് ഇങ്ങനെ മതപരിവർത്തനം നടത്തുന്നത്. ഇവിടെ ആരും ഇതൊന്നും അറിയുന്നില്ല.
ഈ ചാനലൊക്കെ ഇരുന്ന് ഓരോരുത്തർ വാർത്താ മാധ്യമങ്ങൾ ഓരോരുത്തരെ വോട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരെയാ പേടിക്കുന്നേ? ഇതൊക്കെ നിങ്ങളിത് ആരെയാ ഈ പറയുന്നേ? നിങ്ങൾ സ്വന്തമായിട്ട് ആരെങ്കിലും ചാനലിലേക്ക് വന്നെന്ന് പറയപ്പോൾ എന്ത് വലിയ ഗഡിറ്റെന്നറിയോ? വന്ന് പറയപ്പോൾ നിങ്ങൾ പറയപ്പോൾ ഞങ്ങൾ അങ്ങ് അംഗീകരിച്ച് തരുമെന്നാണോ നിങ്ങളൊക്കെ വിചാരിക്കണം? ഇല്ല, ഒരിക്കലും നിങ്ങളാരും അംഗീകരിക്കില്ല. ഞങ്ങൾ നിങ്ങളെയൊക്കെ വാർത്തകൾ പോലും അങ്ങനെ കാണുന്നവരല്ല. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ വെറും പുച്ഛമായിട്ടേ കാണുള്ളൂ. ഇങ്ങനെ പറയുന്ന കുറേ ജന്തുക്കളുണ്ട്, ഹിന്ദുക്കളല്ല. നിങ്ങൾക്കത് പറയാൻ കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു ഹിന്ദുവിന് എങ്ങനെ ജീവിക്കണമെന്നുള്ളത് കറക്റ്റ് ഒരു ഹിന്ദു എന്നല്ല, ക്രിസ്ത്യാനി എന്നല്ല, മുസൽമാൻ എന്നല്ല, മനുഷ്യന് എങ്ങനെ ജീവിക്കാനുള്ള ഒരു വ്യവസ്ഥ രാമായണത്തിലുണ്ട്. എത്ര ഹൈന്ദവ ഈ രാമായണം തുറന്നു നോക്കിയിട്ടുണ്ട്? കാരണം എന്താണ്? കാരണം തുറന്നു നോക്കില്ല. നിങ്ങൾക്ക് ആർക്കും ആ സംസ്കാരം ഇഷ്ടപ്പെടില്ല. കാരണം ഭാര്യാധർമ്മം നിർവഹിക്കണം, ഒരു ഭർത്താവിൻ്റെ ധർമ്മം നിർവഹിക്കണം, പുത്രധർമ്മം നിർവഹിക്കണം, രാജ്യത്തോട് എങ്ങനെ കൂറ് കാണിക്കണം, ഇതൊന്നും നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ടതെല്ലാം അമേരിക്കൻ സംസ്കാരമാണ്. അതുകൊണ്ട് ഈ അമേരിക്കൻ സംസ്കാരം നേരെ തുണി കൊടുക്കണമെന്നില്ല. അങ്ങോട്ട് ലിപ്റ്റിക്കൊക്കെ തേച്ച് മുടിയൊക്കെ കൊണ്ട് അഴിച്ചിട്ട് നിക്കറൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ 3 ജീൻസ് മാച്ചാൽ മതി. അച്ഛനെടുത്തിട്ടുണ്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോയണേ, ഭാര്യ എടുത്തിട്ടുണ്ടോ, ഭാര്യ എടുത്തിട്ടുണ്ട് പോയണേ, മക്കൾ എടുത്തിട്ടുണ്ട് പോകും. ആ സംസ്കാരം വിശ്വസിക്കുന്ന നിങ്ങൾ ഹിന്ദുക്കൾ ഈ അവിടെ വന്നിരുന്ന് ടീച്ചറെ കുറ്റം പറഞ്ഞ് ഞങ്ങളെയൊക്കെ കുറ്റം പറഞ്ഞ് ഞങ്ങൾ ഹിന്ദു വിശ്വാസമാണ്. ഞങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കും പോലെയൊന്നുമല്ല. ഞങ്ങൾ ശരിക്കും രാജ്യത്തോട് കൂറ് കാണിക്കുന്നവരാണ്. ഒരു മനുഷ്യൻ നല്ല രീതിയിൽ ജീവിക്കാനാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, മറ്റുള്ള മത ദേവാലയങ്ങളിൽ ഇതുപോലെ പാട്ട് പാടിപ്പിച്ചു തരണം. ഇന്നേ വരെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ വിചാരിച്ചിട്ട് മനുഷ്യനെ ഒന്നാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ടീച്ചർ പറഞ്ഞതിൻ്റെ പിറക്കെ അങ്ങ് പോവുക. ടീച്ചറെ ആക്രമിക്കുക. ടീച്ചറെ നിങ്ങൾ വിചാരിച്ചിരുന്നൊരു പുല്ലും ചെയ്യാൻ പോണില്ല. കാരണം എന്താണെന്നറിയാം, ഞങ്ങളെ പോലെയുള്ള കുറേ ആൾക്കാർ ടീച്ചറിൻ്റെ കൂടെയുണ്ട്. കാരണം എന്താണെന്നറിയാം, നമുക്ക് ഒരു അച്ഛനേ ഉള്ളൂ. എൻ്റെ അമ്മ പറഞ്ഞു തന്നാണ്. അത് കഴിഞ്ഞ് കണ്ണ് തുറന്ന് ആദ്യം കാണുന്ന എൻ്റെ അമ്മ. ഞങ്ങൾക്ക് ആ അമ്മ മതി. ഞങ്ങൾക്ക് കണ്ടവരെയൊക്കെ വിളിക്കണ്ട. കണ്ടവരെയൊക്കെ അച്ഛാന്ന് വിളിക്കുന്നവരെയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം. ഞങ്ങൾക്ക് വോട്ടും വേണ്ട, ആരുടെ വോട്ടും ലൈസൻസ് സർട്ടിഫിക്കറ്റും വേണ്ട, നിങ്ങളുടെ സർട്ടിഫിക്കറ്റും വേണ്ട. അപ്പോൾ കേൾക്ക് നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്കും വേണ്ട. നിങ്ങൾക്ക് ലൈസൻസ് പൂർണ്ണമായിട്ട് തന്നങ്ങ് ഇറക്കിയിരിക്കുകയാണ്. ആരെ എന്തും വിളിച്ച് പറയാമെന്നുള്ളൊരു തോന്നിവാസം. അല്ല, ടീച്ചർ എന്താണ് പറഞ്ഞത്? ക്ഷേത്രത്തിനുള്ളിൽ ഭജനയ്ക്ക് പാടിക്കൂടാ. ഗാനമേളയ്ക്ക് ഏതെല്ലാം ക്ഷേത്രം, എൻ്റെ വീട്ടിൽ തൊട്ട് താഴത്ത് ക്ഷേത്രത്തിൽ തന്നെ, അവിടെ ക്ഷേത്രത്തിന് ഉത്സവമല്ല, പൂജകൾ നടക്കുന്ന സമയത്ത് പോലെ അത് കഴിഞ്ഞ ഉടനെ എല്ലാ പാട്ടുകളും ഇടുന്നുണ്ട്. ഇവിടെ ആരും എതിർക്കുന്നില്ല. സിനിമ റെക്കോർഡ് ഇടുന്നുണ്ട്. ഗാനമേള പാർട്ടി വന്നാൽ ഏത് ക്ഷേത്രത്തിൽ നിന്നാലും അവരെല്ലാ പാട്ടുകളും പാടി എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ട് തന്നെയാണ് പോണത്. പക്ഷേ അതുപോലെ നിങ്ങളൊരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ മുസ്ലിങ്ങൾക്ക് ഇല്ലല്ലോ, അങ്ങനെ ഒരു സംഭവം ഇല്ല. അവർ അള്ളാഹുവിലാണ് ജനിച്ച് ജീവിക്കുന്നത്. ക്രിസ്ത്യൻ എത്രയേ ദേവാലയങ്ങളുണ്ട്. നിങ്ങൾ അങ്ങോട്ടൊന്നൊരു പാട്ട് പാടിച്ചു തരണം. പോരട്ടെ, നമ്മുടെ ക്ഷേത്രത്തിലെ നോട്ടീസ് കൊടുത്താൽ ഇവിടെ ഈ കേരളത്തിലുള്ള 60% മതം മാറി ജീവിക്കുന്നവരല്ലേ ഇവരൊക്കെ. അല്ലാതൊന്നും അല്ലല്ലോ. ക്രിസ്തുവിന് ശേഷമല്ലേ ഇവിടെ ക്രിസ്ത്യൻ മതം ഉണ്ടായിട്ടുള്ളൂ. അതിനു മുമ്പേ കോടിക്കണക്കിന് വർഷമായി ഭൂമി ഉണ്ടായിട്ട് എല്ലാവരും ക്രിസ്തുവിനും അയ്യോ ഭയങ്കര പേരില്ല അങ്ങോട്ട് പോണത്. നിങ്ങൾക്കൊന്നും അറിയില്ല. ക്രിസ്തു മതം ഉണ്ടാക്കിയിട്ടില്ല. ക്രിസ്ത്യാനിയല്ല. അയാൾ മാമോദിസവും മുങ്ങിയിട്ടില്ല. അതിനുശേഷം ക്രിസ്തുവിന് ശേഷമാണ് മതം എടുത്തതേ തെറ്റാണ്. ആദ്യം ആദ ജനിച്ചതും അവയ്ക്ക് ജന്മം കൊടുത്തതും ആദ്യ ഭാര്യ എന്നെ ഊരിയെടുത്ത് അവയ്ക്ക് ജന്മം കൊടുത്തത്. അത് ഞങ്ങളുടെ കിടക്കുന്നില്ല. ബൈബിളൊക്കെ കാണാൻ പാടോ? കാരണം ഇതൊന്നും ചേർച്ചയുള്ളതല്ല. അത് വായിച്ചെടുത്തു കഴിഞ്ഞാൽ കമ്പിട്ട് തെറ്റാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ എന്താ കാരണം? ഇവിടുത്തെ സംസ്കാരം അവർ പഠിച്ചിട്ടില്ല. ഇവിടുത്തെ ആഹോദവും രാമായണമൊക്കെ സംസ്കൃതമാണ്. അത് അർത്ഥം ഗ്രഹിച്ച് പഠിക്കാൻ കഴിയണമെങ്കിൽ ഇതിൽ ക്രിസ്തുദേവൻ വരെ ഇതിലുണ്ട്. സകല ജീവജാലങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് ഹിന്ദുവിൻ്റെ വേദപുസ്തകം. അത് പഠിക്കുന്നവർക്ക് ഇത് അറിയാമോ? അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളവർ പറയും ക്ഷേത്രത്തിനുള്ളിൽ ഭജനയ്ക്ക് ഇത് പാടണ്ട എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനെ പാടിക്കാൻ വേണ്ടിയിട്ട് ഒരു നേതാവും വന്നു. അയ്യോ ഞങ്ങളിപ്പോൾ പാടിപ്പിച്ചിട്ട് അടങ്ങുന്നതോ എന്തോ ഒരു രാജപ്പി നായർ. ഇതൊക്കെ നായർ എന്ന് പറയാൻ പറ്റുമോ? കാരണം നായന്മാർ കൂടെ നാണൊക്കെ ഉണ്ടാക്കണം കുറേ നായരുണ്ട്. കാരണം നാണം കെട്ടിടക്കുന്ന കുറേ നായന്മാരുണ്ട്. അവന്മാർക്ക് അഭിമാനം എന്നുള്ള പാരമ്പര്യമില്ല. പിന്നെ എന്താ, നമ്മുടെ സ്വാമി പറയും പോലെ ഒരു വാലുണ്ട്, നായർ. ഒരു വിവരമില്ലാത്ത കുറേ നായന്മാർ കേരളത്തിനകത്തുണ്ട്. അതാണ് കാരണം. ഇവർ വലിയ കൂടിയെന്ന് പറഞ്ഞ് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ചട്ടമ്പി സ്വാമികൾ പണ്ടേ പറഞ്ഞു, ചണ്ടാളിലും ഉണ്ട് ബ്രാഹ്മണൻ, ബ്രാഹ്മണനിലും ഉണ്ട് ചണ്ടാളൻ. എല്ലാ ജാതിയിലും നല്ലവരും മോശക്കാരുണ്ടെന്ന് ചട്ടമ്പി സ്വാമിക്ക് അറിയാം. അല്ലാതെ നായരെ വിചാരിച്ചതുകൊണ്ട് ഞാൻ നായരാണ്, ഞാൻ വലിയ ഹിന്ദുവാണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ എണ്ണമുണ്ട്. ഒരെണ്ണത്തിൽ ഒരു വിവരവും ഇല്ലാത്ത ഹിന്ദുവാണ് ഇവിടെ കേരളത്തിലുള്ളത്. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തുടർന്ന് പഠിക്കേണ്ടി വരും. ഈ നായർ എന്ന് പറഞ്ഞാൽ ആ ആദ്യത്തെ അക്ഷരം തന്നെ പട്ടിക്കുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളെ പോലുള്ളവർ അംഗീകരിച്ചു കൊടുക്കുന്നത്. ആ പട്ടിയുടെ അത്ര നന്ദി പോലും ഈ പറഞ്ഞ നായര കുടുംബത്തിലുള്ളവർക്കില്ല. അതിനത് അറിയണമെന്നുണ്ടെങ്കിൽ പല നായര കുടുംബത്തിലെ ആളുകൾ ഇറങ്ങിപ്പോകുമ്പോൾ നോക്കിക്കോണം. ഈ പലയിടത്ത് 100 പേര് കൂടി നിൽക്കുമ്പോൾ ചെന്ന് നോക്കണം. ജാസ്മി പറയാറുണ്ട്, മാന്യമായി ആരെങ്കിലും പേടിയുണ്ടെങ്കിൽ മുസ്ലിം പെൺകുട്ടിയൊക്കെയാണ്. അവർക്ക് ആരെങ്കിലും പേടിയുണ്ട് മാന്യമായി വസ്ത്രം ധരിച്ചു പോകും. ഈ നായന്മാരെന്ന് പറഞ്ഞ ഭരണം മറ്റുള്ള ഹിന്ദു വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുന്ന ഓരോ കുട്ടികളെ കണ്ടിട്ടുണ്ടോ? വിദ്യാഭ്യാസം കൊണ്ട് കുറേ പണം കൊണ്ട് ഒരു കാറും കൂടെ ആയിക്കഴിഞ്ഞാലേ നേരെ ചൊവ്വേ തുണി കൊടുക്കത്തില്ല, മുടിവാരി കിട്ടത്തില്ല, ലിപ്റ്റിക്കൊക്കെ തേച്ച അമേരിക്കൻ സംസ്കാരം. അതുകൊണ്ട് അവർക്ക് ഈ സംസ്കാരത്തിനോടാണ് ഇഷ്ടം കൂടുതൽ. അതുകൊണ്ട് ഇപ്പോൾ ടീച്ചറെയൊക്കെ ആക്രമിക്കുന്നതുകൊണ്ട് തെറ്റൊന്നും പറയാൻ കാര്യമില്ല. കാരണം ടീച്ചറൊക്കെ നല്ല കുടുംബത്തിൽ പറഞ്ഞതാണ്. അവർക്ക് പാരമ്പര്യ സംസ്കാരമുണ്ട്, ആ ദൃശ്യമുണ്ട്. അവരുടെ കാലം